കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യമായിരിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും സൗത്ത് സൈഡായ കന്യാകുമാരി ജില്ലയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സന്ദേശം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ചർച്ചാണ്. ഏറ്റവും സൗത്ത് സൈഡാണിത്. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ദേവദാസന് ദൈവം കൊടുത്തൊരു ദർശനമാണ്. വളരെ കഷ്ടതയോടുകൊണ്ട് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 350 വിശ്വാസികളോളം കൂടി വരുന്ന ഒരു കൂട്ടായ്മയാണ്. ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത, രാവിലെ 6:30 തന്നെ ഇവിടെ ആരാധന ആരംഭിക്കും. അത് 11:30 വരെയാണ് ഇവിടുത്തെ ആരാധന. 5 മണിക്കൂർ കൂട്ടായ്മയുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 1.25 മണിക്കൂറൊക്കെ ജനങ്ങൾ ഞായറാഴ്ചകളിൽ ആരാധനാ ഹാളിൽ വന്ന് കൂട്ടായ്മ ആചരിച്ച് മടങ്ങിപ്പോകുമ്പോൾ, കേരളത്തിന് പുറത്തുള്ള പല സഭകളിലും 5 മണിക്കൂർ, 6 മണിക്കൂർ. UP-യിൽ ഞാൻ കണ്ട ഒരു കാര്യം, ശനിയാഴ്ച രാത്രിയിൽ തന്നെ വിശ്വാസികൾ ആരാധനയ്ക്ക് വരും. 100-150 പേര് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും പാടുകയും ചെയ്യുക. അത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ ആരാധന നീണ്ടുപോവുകയാണ്. അങ്ങനെ പലയിടങ്ങളിലും ആത്മീയ മുന്നേറ്റങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. നിത്യജീവന നിയമിക്കപ്പെട്ട അനേകരെ കർത്താവ് തൻ്റെ സഭയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെയുള്ളൊരു വിശ്വാസിയെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് പറയുകയാണ്, 2 വർഷം മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ ഒരു ക്രൈസ്തവ ആലയത്തിൽ വരുമായിരുന്നു. ഇവിടെ നിന്നും കൊണ്ടുപോയൊരു വിഗ്രഹമാണ് അവിടെ കൊണ്ട് സ്ഥാപിച്ചേക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അവിടെ വന്ന് ചെറിയ രീതിയിലൊക്കെ അസഭ്യം പറഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നത്. മുമ്പ് പോയിക്കൊണ്ടിരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ഒഴിവാക്കി ഇന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയാണെന്ന് അദ്ദേഹം എന്നോട് പറയുക. ദൈവജനമേ, നമ്മുടെ ഈ തലമുറയിൽ ഒരു വലിയ ആത്മീയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് 2002-ൽ ദൈവം എനിക്ക് തന്നൊരു സ്വപ്നമാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് വിശ്വസിക്കുന്നു. ലോകമെമ്പാടുമുള്ള അനേക ദൈവമക്കൾക്ക് കർത്താവ് അങ്ങനെ ഒരു വെളിപ്പാട് ദൈവം നൽകിയിട്ടുണ്ട്. ഒരു വലിയ ആത്മീയ മുന്നേറ്റം എല്ലായിടത്തും നിത്യജീവന നിയമിക്കപ്പെട്ട സകലരും യേശുക്രിസ്തുവിലേക്ക് വരുന്നൊരു കാലഘട്ടമാണിത്. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 10-26 വാക്യത്തിൽ പറഞ്ഞുകൊണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇവിടെ ദൈവശബ്ദത്തെക്കുറിച്ച് പറയാം. ദൈവശബ്ദം എങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു രാത്രിയിലാണ്. അതിന് പിന്നെ ഒരു അനുഭവമുണ്ട്. ആ അനുഭവം നിങ്ങളുമായി പങ്കിടാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. 2017-ലാണ് ഞങ്ങൾ കുടുംബമായിട്ട് ബീഹാറിൽ നിന്നും നാട്ടിലേക്ക് വരുന്നത്. അന്ന് വന്നത് ഒരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി 10 ആയപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. എന്നോട് അദ്ദേഹം ചോദിക്കുകയാണ്, സാബു പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു, അതെ സാബു പാസ്റ്ററാണ്. സ്ഥലം കുന്നന്താനം അല്ലേ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, അതെ കുന്നന്താനമാണ്. അങ്ങ് ആരാണ്? അദ്ദേഹം തൻ്റെ പേര് പരിചയപ്പെടുത്തി, സ്ഥലം പരിചയപ്പെടുത്തി. എന്നോട് അദ്ദേഹം ചോദിച്ചൊരു കാര്യം, പാസ്റ്റർ കുന്നന്താനത്തൊരു പ്രവാചകയുണ്ടല്ലോ. ഞാൻ ആ പ്രവാചകയുടെ പേര് പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞങ്ങൾ നോർത്തിൽ നിന്ന് വന്നതേ ഉള്ളൂ, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റർ അവരുടെ ജീവിതം എങ്ങനെയുണ്ട്, മക്കൾ എങ്ങനെയുണ്ട്, അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ദിവാസനെ. ഇവിടെ അടുത്ത് ഷാരോണിലെ പാസ്റ്ററുണ്ട്, IPC-യിലെ പാസ്റ്റർമാരുണ്ട്, അല്ലാതെ എനിക്ക് പ്രവാചകന്മാരെയോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, അവരുടെ ശുശ്രൂഷ എങ്ങനെയുണ്ട്, പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ലല്ലോ ദിവാസൻ, ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. എന്താണ് ഈ രാത്രിക്ക്, ഈ 10:30-ക്ക് എന്തിനാണ് ഇങ്ങനെ എന്നെ വിളിച്ച് ഇങ്ങനെ ഈ പ്രവാചകയെ അന്വേഷിക്കുന്നത്? ഈ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് പുസ്തകത്തിൽ കിട്ടിയ നമ്പറാണ്, കുന്നന്താനം എന്നുള്ള പേര് കണ്ടപ്പോൾ ഞാൻ വിളിച്ചതാണ്. പക്ഷേ നാളെ അവിടെ നിന്നുള്ളൊരു പ്രവാചകയെ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഈ പ്രവാചകി സഭ കലക്കുന്ന ആളാണോ, സഭ പണിയുന്ന ആളാണോ എന്ന് അറിയാനൊരു താല്പര്യം ഉണ്ടായിട്ട് അങ്ങനെ വിളിച്ചതാ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് പറയുക. മനുഷ്യനോട് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം വിചാരപ്പെട്ടിരുന്നു പോയി. ആരോ പരിചയപ്പെടുത്തിയ പ്രവാചകയെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതിന് ശേഷമായിട്ട് അവർ സഭ കലക്കുന്ന ആളാണോ, സഭ പണിയുന്ന ആളാണോ എന്ന് ബീഹാറിൽ നിന്ന് വന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം പോലും. ഈ മനുഷ്യനോട് എന്തു പറയണമെന്നറിയാതെ ഞാൻ ഒരു നിമിഷം എൻ്റെ ചിന്ത വേദപുസ്തകത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നടത്തി. നമ്മൾ എന്നും ദൈവവചനം വായിക്കുന്നതുകൊണ്ട് തന്നെ ആ വചനം എവിടെയൊക്കെയാണെന്ന് നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലെ പേജുകൾ ഓരോന്നോരോന്ന് മറച്ചു നോക്കിയപ്പോൾ പെട്ടെന്നൊരു മനസ്സിലേക്ക് ഒരു വചനം ഓർമ്മ വന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 21-ാം വാക്യം. അവിടെ ഇങ്ങനെ പറഞ്ഞ്, ഞാൻ അയക്കാതെയും അവർ ഓടി, എൻ്റെ ആലോചനാ സഭയിൽ അവർ ഇരുന്നിരുന്നുവെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ ആകാത്ത വഴിയിൽ ഞാൻ അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. അടുത്തൊരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഫിലിപ്പോസ് എന്ന പേരുള്ള സുവിശേഷകന്റെ വീട്ടിൽ അപ്പോസ്തലനായ പൗലോസ് ഇരിക്കുമ്പോൾ ഫിലിപ്പോസിന്റെ 4 പെൺമക്കളുണ്ട്. ആ 4 പെൺമക്കളും പ്രവചിക്കുന്നവരാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനോട് ഒരു സന്ദേശം കൈമാറുവാൻ ഈ 4 പെൺകുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കാതെ അഗബോസ് എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം അയക്കുക.
യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം യിരെമ്യാവിനോട് കൽപ്പിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അയക്കുന്നിടത്തൊക്കെയും നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങളൊക്കെയും നീ അവരോട് പ്രസ്താവിക്കുകയും വേണം. ഈ വചനങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എനിക്കൊരു ധൈര്യം ഉണ്ടായിട്ട് ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, ദേവദാസനെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രവാചകനെ വിളിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പ്രവാചകൻ അങ്ങനെയുള്ള മാനുഷിക നിയന്ത്രണത്തിനൊത്തോണം പോകുന്ന വ്യക്തിയല്ല. അവൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനാണ്. ദൈവം അയക്കുന്നിടത്ത് പോകുന്നു, ദൈവിക ദൂതുകൾ സംസാരിച്ച് അദ്ദേഹം തിരികെ പോകുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ലോക്കൽ പ്രവാചകന്മാരെ വിളിക്കാൻ കഴിയും. അവർ വന്ന് നിങ്ങളുടെ മക്കളെ അയർലൻഡിൽ അയക്കാൻ പോവുകയാണ്, അമേരിക്കയിൽ അയക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുള്ള അക്ഷരികമായ പല ദൂതുകൾ തരും. എന്നാൽ ദൈവസഭയെ ആത്മീയമായി കെട്ടി പണിയണമെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ട് താൻ പോടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പോവുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞുണ്ട്, ദൈവസഭയിൽ 5 വിധ ശുശ്രൂഷകന്മാരുണ്ട്. 1 അപ്പോസ്തലന്മാരുണ്ട്, 2 പ്രവാചകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ഉപദേശകന്മാരുണ്ട്, സുവിശേഷന്മാരുണ്ട്. ഈ 5 വിധ ശുശ്രൂഷകളും നടക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. പഴയ കാലഘട്ടത്തിൽ ആലയത്തിൽ കൊണ്ടുവരേണ്ട എണ്ണ അത് ദൈവത്തിന് കൊടുത്ത വ്യവസ്ഥയ്ക്കൊത്തണം ആയിരിക്കണമായിരുന്നു. അല്ല എന്ന് വരികിൽ അത് അന്യാഗ്നി കത്തിക്കുക. അതുപോലെ തന്നെയാണ് പുതിയ കാലഘട്ടത്തിൽ ഈ 5 വിധ ശുശ്രൂഷകളും നടക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയോഗത്തിലാണ്. മാനുഷ്യമായി ഒരു നിയോഗവും ഇതിനകത്ത് കലരാൻ പാടില്ല. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞത് എന്താണ്? ഞാൻ നിന്നെ അയക്കുന്ന സ്ഥലത്തേക്ക് നീ പോകണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ അയക്കാതെയും അവർ ഓടി. പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവിക അഭിഷേകം മാനുഷിക നിയന്ത്രണത്തിനൊത്തവണ്ണമോ ഏതെങ്കിലും സഭാ സംഘടനകളുടെ നിയന്ത്രണത്തിനൊത്തവണ്ണമോ പ്രവർത്തിക്കാൻ വേണ്ടി അല്ല ദൈവം ഈ നിയോഗം തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നടക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവജനത്തിന് കൊടുക്കുന്നവനാണ് പ്രവാചകൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 21-ാം വാക്യത്തിൽ അതാ പറഞ്ഞത്, ഞാൻ അയക്കാതെയും അവർ ഓടി. അവർ എൻ്റെ ആലോചനാ സഭയിൽ ഇരുന്നിരുന്നുവെങ്കിൽ, അവിടെ പറഞ്ഞ ആലോചനാ സഭ എന്ന് പറയുന്നത് ദൈവമായുള്ള കൂട്ടായ്മയെ കാണിക്കുകയാണ്. ദൈവമായുള്ള കൂട്ടായ്മയിൽ പ്രാർത്ഥനയോടെ ദിവസം ഇരിക്കുമ്പോൾ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും സഭകളിലും ഒക്കെ പ്രവാചകന്മാരെ ദൈവം അയക്കാറുണ്ടെന്നും അപ്പോൾ തന്നെ ദൈവജനത്തോട് പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഭാവി അറിയുവാൻ നമ്മൾ ഒരിക്കലും പ്രവാചകന്മാരെ സന്ദർശിക്കാൻ പാടില്ല. കാരണം തിരുവെഴുത്ത് പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസാൽ ജീവിക്കും. വിശ്വാസാൽ ജീവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രവാചകന്മാരെ വിളിക്കുക എന്നുള്ളതല്ല, പ്രവാചകന്മാർ ദൈവത്താൽ അയക്കപ്പെട്ടു വരട്ടെ. പ്രവാചകന്മാരുടെ പിന്നാലെ ഓടുക എന്നുള്ളതല്ല, പ്രവാചകന്മാർ നമ്മളെ തേടി വരട്ടെ. സഭ പ്രവാചകന്മാരെ കൂലിക്ക് വിളിക്കാതെ, വേദപുസ്തകം പറഞ്ഞു സഭയിൽ പ്രവാചകന്മാരുണ്ടായിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവസഭയാണെങ്കിൽ അവിടെ പ്രവാചകന്മാരുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അവിടെ പ്രവാചകന്മാരെ കൂലിക്ക് വിളിക്കേണ്ട കാര്യമില്ല. പ്രവാചകന്മാർ ആ പ്രാദേശിക ദൈവസഭയിൽ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവർ എഴുന്നേറ്റിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രവാചകന്മാരിൽ കൂടെയോ പ്രവാചകന്മാരിൽ കൂടെയോ മാത്രമല്ല ദൈവം നമ്മോട് സംസാരിക്കുന്നത്, മറ്റനേക രീതികളിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ പ്രവാചകനെ വിളിച്ച് രഹസ്യമായിട്ട് വീട്ടിലിരുന്ന് ഉപവാസ പ്രാർത്ഥനകൾ നടത്തുകയാണ്. അങ്ങനെ എത്രയോ ഇടങ്ങളിൽ രഹസ്യമായിട്ട് ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നു. സ്വന്തം സഭയിലെ ഇടയനറിയുന്നില്ല. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം വിളിക്കേണ്ടത് മറ്റാരെയുമല്ല, ആദ്യം വിളിക്കേണ്ടത് മരണത്തെ ജയിച്ചെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിനെ തന്നെ ആയിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമതായി നിങ്ങളുടെ സഭയിലെ ഇടയനോട് ആ വിവരങ്ങൾ നിങ്ങൾ പറയുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുക, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മൂന്നാമതായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ സഭയിൽ കാണുമല്ലോ, അവരോട് വിവരങ്ങൾ പറയുക, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നാലാമതായി ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവം അയക്കുമ്പോൾ വരട്ടെ. എന്നാൽ അങ്ങനെയുള്ളവനെ പോലും വിവേചിച്ചു മാത്രം സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ് എത്തിയിരിക്കുന്നത്. ദൈവശബ്ദം നമുക്ക് എങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് സമയം കിട്ടുമ്പോൾ നിങ്ങൾ കേൾക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ അതേക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരാത്മീയ മുന്നേറ്റം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി.